നമസ്കാരം. വിസ്മയത്തെക്കുറിച്ച് ഏറെ വാചാലനായത് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ. പക്ഷേ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഡേറ്റ്സ് അവൈലബിൾ ആയ ഉടനെ തന്നെ കേരളത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് LDFന്റെ CPIയും CPMും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. പ്രത്യേകിച്ച് CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയെ ആസ്പദമാക്കി അതിനുള്ളിൽ നിന്ന് എന്തെല്ലാം വായിച്ചെടുക്കാം, ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാനാവാത്തതും എന്നാൽ രണ്ടാം വായനയിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നതുമായ ചില ട്രെൻഡുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കട്ടെ. ഒന്ന്, ഹൂ ഈസ് ദ ബോസ് എന്നതിന് കൃത്യമായ നിർവചനവും ഉത്തരവുമുണ്ട്. ദർ ഇസ് ഓൺലി വൺ മാസ്റ്റർ, ദർ ഇസ് നൺ അതർ ദാൻ മിസ്റ്റർ പിണറായി വിജയൻ, ദ ചീഫ് മിനിസ്റ്റർ. പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ ഡിഫാക്ടോ തലപ്പത്ത് പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ. അപ്പോൾ ശ്രീ ME ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒരാൾ മത്സരിക്കുന്നു, അത് മറ്റാരുമല്ല, നിലവിലുള്ള ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ മാത്രം. അപ്പോൾ ആരാവും മുഖ്യമന്ത്രി എന്നതിൽ സംശയമൊന്നുമില്ല. ഇനി CPM ജയിച്ചില്ല, പ്രതിപക്ഷത്താണ് LDFന് ഇരിക്കേണ്ടി വരുന്നത് എങ്കിൽ ആരാവും പ്രതിപക്ഷ നേതാവ് എന്നത് കൂടി ചേർത്ത് വായിച്ചാൽ അത് ശ്രീ പിണറായി വിജയനാവുമോ? 2031 നടക്കേണ്ട അടുത്ത തെരഞ്ഞെടുപ്പിനും CPMനെയും LDFനെയും നയിക്കാൻ അപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് കഴിയുമോ? അത്രയൊന്നും ചിന്തിക്കാറായില്ലല്ലേ. അപ്പോൾ അത്ര വരെ പോകണ്ട. അവിടെയാണ് ഈ ചിന്ത, ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഈ പ്രധാനപ്പെട്ട ചിന്ത. ഇവിടെ ഒരു തലമുറ മാറ്റം, അദൃശ്യമായൊരു തലമുറ മാറ്റം വായിച്ചെടുക്കാൻ ആവുമോ? പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ പ്രധാന മന്ത്രിസഭയിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമോനുമൊക്കെയായ ബേപ്പൂർ MLA റിയാസിനെ കുറിച്ചാണ്. മുഹമ്മദ് റിയാസ് എന്നത് വലിയ നേതാവാണ്, നമുക്കറിയാമല്ലോ. SFI നേതൃത്വത്തിൽ, DYFIയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് MLA ആയി മന്ത്രിയായി വന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ റിയാസ് എന്ന ഭാവി നേതാവ്. ആ നേതാവിനെ പിണറായിയുടെ ആയ കാലത്ത് തന്നെ അവരോധിച്ച് സുഗമമായ അധികാര കൈമാറ്റം നടത്താനാവും. മുഖ്യമന്ത്രി സ്ഥാനമല്ല ഞാൻ പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്നില്ല, പരാജയപ്പെടുന്നു എങ്കിൽ അപ്പോഴും CPMനെയും നിയമസഭാ കക്ഷിയെയും നയിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മുഹമ്മദ് റിയാസ് ആവും എന്ന് മനസ്സ് പറയുന്നു. അതിനുള്ള കാരണങ്ങളാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്നും വായിച്ചെടുക്കുന്നത്. ഒന്ന്, നമ്മുടെ മലബാറിൽ നിന്ന് തന്നെ നോക്കാം. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം, പൊതുജന സ്വീകാര്യമാകുന്ന മുഖം, അത് ശൈലജ ടീച്ചറുടെ ആണല്ലോ. ജയരാജന്മാരെല്ലാം പോയി മറഞ്ഞു. MP ജയരാജൻ, P ജയരാജൻ, EP ജയരാജൻ, 3 പേരും മത്സരരംഗത്തില്ല. അതുകൊണ്ട് ജയരാജയുഗത്തിന് അവസാനമായി എന്ന് കരുതാം. P ജയരാജൻ PJ ആർമിയും ഒക്കെയായി വൻ ഇതിഹാസ നായകനായി മുന്നോട്ട് പോയ ഒരു സമയം ഓർക്കുന്നുണ്ടല്ലോ. ഒരു 10 വർഷം മുൻപ് പകരം വെക്കാൻ ആളില്ലാത്ത രീതിയിൽ കണ്ണൂരെ നേതൃത്വത്തിലേക്ക് P ജയരാജൻ ഉയർന്നതും അദ്ദേഹം പിന്നീട് സിസ്റ്റത്തിൽ ഒരു ചെറിയ രീതിയിൽ അനഭിമതനായി മാറുകയും പിന്നാക്കം പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. EP ജയരാജൻ BJP ബന്ധം, കേന്ദ്രവുമായുള്ള പല ബന്ധം, രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബന്ധം, നിരാമയ ബന്ധം എന്ന് വേണ്ട ഒരുപാട് സമ്മർദ്ദങ്ങളിൽ കുരുങ്ങി പ്രായാധിക്യം കാരണവും അദ്ദേഹം ഒരുപക്ഷെ സംരക്ഷിത സ്പീഷീസിൽപ്പെട്ട് ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെടുന്ന ആളാണ് EP ജയരാജൻ. ഇനി MV ജയരാജൻ ഇപ്പോഴും പാർട്ടി തലപ്പത്തുണ്ട്, കണ്ണൂരെ പാർട്ടി സംവിധാനത്തിന് തലപ്പത്തുണ്ട്, പക്ഷേ മത്സരരംഗത്തില്ല. അപ്പോൾ ജയരാജന്മാർ മാറി നിൽക്കട്ടെ. പിന്നെ ഉള്ളത് ശൈലജ ടീച്ചറാണ്. അപ്പോൾ മട്ടന്നൂരിലെ വൻപൻ വിജയത്തിൻ്റെ, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, 60,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ നിയമസഭയിൽ തിളങ്ങും താരമായി നിന്ന മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ, KK ശൈലജ ടീച്ചർ. ഒരുപക്ഷെ പിണറായി കാലഘട്ടത്തിന് ശേഷം ശൈലജ ടീച്ചർ ആവും CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരിക എന്ന് പണ്ട് തന്നെ ഒരു അശരീരി ഉണ്ടായിരുന്നു. അശരീരി പോലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഒരു ശത്രുതയല്ല, ഒരു കോമ്പറ്റീഷനും തനിക്ക് നേരെ ഉയരാവുന്ന ഒരു മരവും, തൻ്റെ തലയുടെ മുകളിലേക്ക് വളരാവുന്ന ഒരു മരക്കൊമ്പും അതുപോലെ നിൽക്കാൻ അനുവദിക്കില്ല.
അതുകൊണ്ട് മട്ടന്നൂരിൽ നിന്നും മാറി ഒരിക്കൽ കൂടി വീരമൃത്യു അടയാൻ വേണ്ടി പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ മത്സരിക്കാനുള്ള നിയോഗമായി കൊടുത്തിരിക്കുന്നു. ആദ്യം റിസൾട്ട് ചെയ്തെങ്കിലും അച്ചടക്കമുള്ള സംഘടനാ പ്രവർത്തക എന്ന നിലയിൽ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് ഒരു അത്യാഹിതം സംഭവിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിനോട് വടകരയിൽ 1,00,000-ലധികം വോട്ടിന് പരാജയപ്പെട്ടു. അപ്പം ഇടിഞ്ഞു വന്ന ഒരു ജനപ്രീതി, അത് ഒന്നുമല്ല, ശൈലജ ടീച്ചർ പാർട്ടിക്ക് ഒന്നുമല്ല എന്ന് കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണോ പേരാവൂരിലേക്ക് അയച്ചത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് പോകട്ടെ, ശൈലജ ടീച്ചറും ഭാവിയിൽ വലിയ ത്രട്ടൊന്നുമല്ല. മുഹമ്മദ് റിയാസിന് ഭാവിയിൽ ത്രട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു മുസ്ലിം സമുദായത്തിൻ്റെ അംഗം കൂടിയായ നേതാവ് തീർച്ചയായും സ്പീക്കർ സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന NM ഷംസീറാണ്. ഷംസീറിന് തലശ്ശേരി സീറ്റ് നിഷേധിച്ചിരിക്കുന്നു. 2 ടേം അടുപ്പിച്ച് മത്സരിച്ച് വിജയിച്ചവർക്ക് ശൈലജ ടീച്ചർ നിഷേധിച്ച അതേ കാരണത്താൽ, പക്ഷേ ശൈലജ ടീച്ചറിന് മറ്റൊരു മണ്ഡലത്തിലേക്ക് കൊടുത്തു. പക്ഷേ ഷംസീറിന് മത്സരിക്കാൻ സീറ്റില്ല. ഇപ്പൊ കാര്യമായ പദവികൾ പാർട്ടിയിലോ ഗവൺമെന്റിലോ സഭയിലോ ഇല്ലാതെ ഷംസീർ ഇതാ ആ സംവിധാനത്തിന് പുറത്തേക്കുള്ള യാത്രയിലാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന അർത്ഥത്തിലല്ല. അതിനർത്ഥം ഒരു രീതിയിലും ഭാവിയിൽ ഷംസീർ ഒരു ത്രട്ടാകരുത് മുഹമ്മദ് റിയാസിന് എന്ന് ആർക്കോ എവിടെയോ നിശ്ചയമുള്ളതുപോലെ തോന്നുന്നു. അല്ല എങ്കിൽ പലർക്കും നൽകപ്പെട്ട ഒരു ആനുകൂല്യം, 2ാം ഊഴം കഴിഞ്ഞ് 3ാം ഊഴത്തിന് എത്രയോ സ്ഥാനാർത്ഥികളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ 81 സ്ഥാനാർത്ഥികളുടെ പേരാണ് പ്രഖ്യാപിച്ചത്. 76 സീറ്റുകൾ CPM നേരിട്ടും 5 സ്വതന്ത്രന്മാരും CPM സ്വതന്ത്രന്മാരും അടക്കം 81, ഇനിയും വരാനുണ്ട് 5. 86, 87 സീറ്റിലാണല്ലോ CPM മത്സരിക്കുന്നത്. അപ്പോൾ ആ അനവധി സീറ്റിൽ മിക്കതും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇടമില്ലാതെ പോകുന്നു. പലർക്കും ഇടമുള്ളത് 2-ലധികം പ്രാവശ്യം ജയിച്ചവർക്കും പാർട്ടി ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലൊക്കെ പരിചിതമായ മുഖങ്ങൾ മാത്രമാണ് വീണ്ടും വീണ്ടും MLA മാരാകുന്ന ആളുകൾ തുടർച്ചയായി മത്സരിക്കുന്നു. അപ്പം നേമത്ത് ശിവൻകുട്ടിക്കും അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് സുരേന്ദ്രനും ഒന്നും തന്നെ, കടമ്പള്ളി സുരേന്ദ്രനും ഒന്നും തന്നെ ബാധകമാകാത്ത നിയമം എങ്ങനെയാണ് തലശ്ശേരിയിൽ ബാധകമാകുന്നത്, NM ഷംസീറിന് ബാധകമാകുന്ന ആ ചോദ്യം നിഷ്പക്ഷമതികളായ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് പോകട്ടെ, തെക്കോട്ട് വരുമ്പോൾ സാധ്യതയുള്ള പല വൻപൻ മുഖങ്ങളുണ്ട്. അതായത് K. സുധാകരൻ കണ്ണൂരിൽ വെല്ലുവിളി ഉയർത്തി കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയെ സൃഷ്ടിച്ചു. സമാന്തരമായി G. സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ വെല്ലുവിളി ഉയർത്തി ഇതാ UDF ബാനറിൽ മത്സരിക്കുന്നു. ചില്ലർ അലോസരമല്ല പാർട്ടിക്കുണ്ടായത്. പക്ഷേ G. സുധാകരൻ തലയെടുപ്പുള്ള കമ്മ്യൂണിസ്റ്റാണ്, അഴിമതിരഹിതനായ പ്രതിച്ഛായുള്ള നേതാവാണ്. അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടായിരിക്കേണ്ടത് ഓരോ പാർട്ടിക്കാരനെയും ആഗ്രഹമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനാവാത്ത രീതിയിൽ നിർബന്ധിതമായി, അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ മനഃപൂർവ്വമായി തഴയപ്പെട്ടിരിക്കുന്നു. അതിന് പിന്നിലെ ചിന്ത എന്താകും, അതിന് പിന്നിലെ ചേതോവികാരം എന്താവും? അങ്ങനെ പ്രായമായി മന്ത്രിസ്ഥാനം 2 പ്രാവശ്യം തന്നു, നിയമസഭയിൽ 4 പ്രാവശ്യം എത്തി, എത്രയോ അവസരങ്ങളാണ് മത്സരിക്കാൻ കിട്ടിയത്. 6 തവണ മത്സരിക്കാൻ അവസരം കിട്ടി. അത്രയും അവസരം കിട്ടിയ G. സുധാകരൻ ഇനി ഒന്ന് വിശ്രമിക്കൂ. പിണറായി വിജയൻ ഇല്ലാത്ത വിശ്രമം നൽകുന്നത് G. സുധാകരൻ. അപ്പോൾ ഒരു പന്തിയിൽ പലതരം വിളമ്പ്, ഇതേത് നാട്ടിലെ നീതിയാണ് ചോദിക്കുന്ന അനേകരുണ്ട്. അതുകൊണ്ട് വലിയൊരു ഒരു തലപ്പൊക്കത്തിൽ നിൽക്കാൻ ഇനി സുധാകരനില്ല. തോമസ് ഐസക്കിന്റെ കാര്യം എന്താണ്? TM തോമസ് ഐസക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിക്കാൻ അനുവാദം നിഷേധിക്കപ്പെട്ടു. ധനകാര്യമന്ത്രിയായിരുന്നു, മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല. പക്ഷേ G. സുധാകരൻ ലഭിക്കാത്തൊരു ആനുകൂല്യം തോമസ് ഐസക്കിന് കിട്ടി. പത്തനംതിട്ട പാർലമെന്റ് സീറ്റിൽ, അത് ഷുറായി തോൽക്കാൻ സാധ്യതയുള്ള പത്തനംതിട്ട പാർലമെന്റ് സീറ്റിൽ മത്സരിച്ച് വീരചരമം അടയാനായിരുന്നു രാഷ്ട്രീയമായി തോമസ് ഐസക്കിന് വിധി. അതിനുശേഷം തോമസ് ഐസക്കിനെ കാര്യമായ ഒന്നിലും പരിഗണിച്ച് കാണുന്നില്ല. പക്ഷെ G. സുധാകരൻ അതിനെക്കുറിച്ച് പോലും ഒരു ചെറിയ ചുരുക്കുണ്ട് എന്ന് കാണാം. കാരണം തോമസ് ഐസക്കിന് പോലും ലഭിച്ച അത്രയും അവസരം തനിക്ക് ലഭിച്ചില്ല എന്ന പരിഭവം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തോമസ് ഐസക് ഇസ് ഔട്ട് ഓഫ് റെക്കണിംഗ്, G. സുധാകരൻ ഈസ് ഔട്ട് ദ പാർട്ടി ആൻഡ് ഐഷ പുറ്റിയെ പോലെയുള്ള ആളുകൾ അത് പിണറായിക്ക് ഒരിക്കലും വലിയ തട്ടാകുന്ന ആളുകളല്ല. പക്ഷെ അവരൊക്കെ പല കാരണങ്ങളാൽ പാർട്ടി മാറിപ്പോകുന്നു. അപ്പോൾ വൻപൻ നേതാക്കൾ എന്ന് പറയാൻ ഇപ്പോൾ 2ാം തലമുറ, ഏറ്റവും സീനിയർ തലമുറയിൽ പെട്ട ആരും, അതായത് ഈ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് ആരും തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലല്ലോ. ഇനി MA ബേബിയാണ് ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവ്. അദ്ദേഹത്തെ കേന്ദ്രത്തിലേക്ക് വിട്ടു. അപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഇരിക്കൂ.
അപ്പോൾ ഇവിടെ സംസ്ഥാന തലത്തിൽ കളിക്കാൻ ശ്രീ പിണറായി വിജയൻ ഒരു തലമുറയിലും അടുത്ത തലമുറയിൽ മുഹമ്മദ് റിയാസും എന്ന നിലയിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആരംഭമല്ലേ ഇത്? ഇനിയുള്ള രണ്ട് മുഖങ്ങൾ, കളമശ്ശേരിയിൽ ഉജ്ജ്വലമായ വിജയം നേടിയ പി രാജീവ്, സാമാന്യം കാര്യക്ഷമതയുള്ള മന്ത്രിസഭയിലെ ഒരു മുതിർന്ന അംഗം എന്ന നിലയിൽ പാർട്ടിക്ക് വളരെ അഭിമതനായ ഒരു നേതാവ്, യുവ നേതാവായി ജ്വലിച്ചുയർന്ന് കാര്യമായ പ്രതിച്ഛായുള്ള ഒരു നേതാവാണ് പി രാജീവ്. അതേപോലെ തന്നെ ധനകാര്യമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ. ഈ രണ്ടും ഇന്നത്തെ നിലയിൽ CPM-ന് അത്ര ഷുവർ സീറ്റുകളാണോ എന്നതും സംശയമുണ്ട്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ ഷുവർ സീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതും ഒരു ഡിബേറ്റബിൾ പോയിന്റാണ്. അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു മഹാമല്ലനാണ്. ഇപ്പോൾ ഏറനാടൻ മണ്ണിൽ നിന്നും കടന്നു വരുന്ന മഹാമല്ലനോട് പൊരുതി ജയിക്കാനാവുമോ? അതൊക്കെ മറ്റൊരു കാര്യമാണ്. ജയിക്കുമെന്ന അസംഷനിലാണ് പറയുന്നത്. പി രാജീവ് ആൻഡ് KN ബാലഗോപാൽ അവരാണ് യഥാർത്ഥത്തിൽ തലയെടുപ്പോടുകൂടി ഇപ്പോൾ നിൽക്കുന്ന MLA ലിസ്റ്റിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ തലയെടുപ്പുള്ള താരമുഖങ്ങൾ. അവരൊക്കെ റിയാസിനേക്കാൾ സീനിയേഴ്സാണ്. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ അച്യുതാനന്ദന് മാരാരിക്കുളത്ത് പണ്ട് സംഭവിച്ചത്, 2 പതിറ്റാണ്ട് മുൻപ് സംഭവിച്ച സമാനമായ പരാജയം ഏതെങ്കിലും കാരണവശാൽ ഈ 2 പേരിൽ ഒരാൾക്കെങ്കിലും സംഭവിച്ചാൽ അത് യാദൃച്ഛികം എന്ന് നമ്മൾ എണ്ണുമോ? ചോദ്യമാണ്. ഇതാരും മനഃപൂർവ്വമായ ഒരു ഗൂഢാലോചന സിദ്ധാന്തം പറയുന്നതല്ല, അങ്ങനെ ചോദ്യമാണ്. അതുകൊണ്ട് പുറമെ നിന്നുകൊണ്ട് ഈ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല മറ്റാർക്കും എന്ന് പറയുന്നതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ, അറിയില്ല എങ്കിൽ പോലും പുറത്ത് നിന്നുകൊണ്ട്, പാർട്ടിക്ക് പുറത്ത് നിന്നുകൊണ്ട് CPM-ന്റെ രീതികളെക്കുറിച്ചും CPM-ന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ, തീർച്ചയായും പിണറായി വിജയൻ 2 ടേമുള്ള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ജനം അംഗീകരിച്ചാണ് നൂലിൽ കെട്ടി ഇറങ്ങി വന്ന ആളല്ലല്ലോ. അതുകൊണ്ട് 3ാം ടേം എന്നത് ഇപ്പോഴത്തെ നിലയിൽ ഒരു വലിയ സാധ്യതയായി ഈ സമയത്തെ CPM ഒഴിച്ചുള്ള മറ്റാരും കാണുന്നില്ല. CPM-ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ടാകും, അണികൾക്ക് പ്രതീക്ഷയുണ്ടാവാം. പക്ഷേ തുടർ ഭരണം, സാമാന്യം തരക്കേടില്ലാത്ത കാര്യക്ഷമമായ ഭരണം പല മേഖലയിലും കാഴ്ചവെച്ചതാണ്. എല്ലാം വിമർശിച്ചിട്ട് കാര്യമല്ല. ശബരിമല വിവാദം, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ പോലും, ഭരണവിരുദ്ധത ഉണ്ട് എങ്കിൽ പോലും കെട്ടുറപ്പുള്ളൊരു ഭരണമാണ് എന്നതും ചില വാഗ്ദാനങ്ങളെങ്കിലും നിറവേറ്റാനായി എന്നതും ട്രാക്ക് റെക്കോർഡ് തന്നെയാണ്. അതുകൊണ്ട് ഒരു നാഥനില്ല കളരി അല്ല കേരളം. പവർ കട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായും ജനങ്ങളെ സ്വാധീനിക്കുന്ന, പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന് പറയുമ്പോൾ വലിയ അടിസ്ഥാന സൗകര്യ വികസനം, ഹൈവേ പ്രോജക്റ്റ് ഉൾപ്പെടെ ഉണ്ടായ, അത് കേന്ദ്ര സഹായമുണ്ട്, സംസ്ഥാനത്തിന്റെ മാത്രം മെറിറ്റല്ല എന്ന് പറയുമ്പോഴും അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അടുത്ത ഒരു തലമുറ മാറ്റം, അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത ഒരു തലമുറ, അത് പിണറായി വിജയൻ സുഗമമായി ജയിച്ചാലും തോറ്റാലും, ജയിച്ചാൽ മുഖ്യമന്ത്രി, പരാജയപ്പെട്ടാൽ മുഹമ്മദ് റിയാസ് പ്രതിപക്ഷ നേതാവ്, ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഈ തരത്തിലുള്ള ഒരു ബിൽഡപ്പ് സഹായകരമാവില്ലേ എന്ന് പുറത്ത് നിന്ന് ചിന്തിക്കുന്നു. അത് പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടും മമതയുള്ളത് കൊണ്ടോ, ഒരു പാർട്ടിയോടും വിയോജിപ്പുള്ളത് കൊണ്ടോ, പാർട്ടിയുടെ രീതികളിൽ അനാവശ്യമായ ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനോ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ല, മറിച്ചൊരു പൊതുനിരീക്ഷണം പ്രേക്ഷകരുമായി പങ്കുവച്ചു എന്ന് മാത്രം. ഇനി വരാനിരിക്കുന്നത് റിയാസ് യുഗമോ? അതാണ് ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.